പ്രതീക്ഷ വെച്ചവനാണ്. എന്റെ റബ്ബെനിക്ക് പുറത്തു തരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു എന്നോട് കരുണ കാണിച്ചിട്ട് എനിക്ക് സ്വർഗം തരുമെന്ന് പ്രതീക്ഷ വെച്ചവനുണ്ടല്ലോ, ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു നിനക്ക് പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലടോ. കാരണം അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. എത്ര വലിയ അപരാധം ചെയ്തവനും പടച്ചവനെ, പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാണ് പടച്ച റബ്ബ്. അല്ലാഹുവേ, ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പോലും പുറത്തു കൊടുത്തവനാണല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ സഹോദരാ. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, നടന്നു പോയത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഒരു ദിവസത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി.